എൻ്റെ പേര് ജിൽസി റോയ്. ഞാൻ ചേപ്പനത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ റോഷൻ റോയ്. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കൊമേഴ്സ്യൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. ഞാനിവിടെ ഫെബ്രുവരി 2, 2023 ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പേ ഞാൻ വന്നിട്ട് എടുക്കാൻ പറ്റാതെ തിരിച്ചു പോയതാണ്. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഉടമ്പടി എടുത്തു. അതിനിടയിൽ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം എനിക്കൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഷിപ്പ്യാർഡിൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് അത്ര അത്യാവശ്യമായിരുന്നു, ഒരു 30,000 രൂപ. അപ്പോൾ ഞാൻ 3 ചിട്ടിയുണ്ട്, 1000-ൻ്റെ, 2000-ൻ്റെ, 3000-ൻ്റെ. ഞാൻ 1000-ൻ്റെയും 2000-ൻ്റെയും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഇത് എടുക്കുന്നതിന് മുൻപ് ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞില്ല, അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഏതെങ്കിലും ഒരു ചിട്ടിയെങ്കിലും അടിച്ചാൽ അത് ഉപകാരമായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജിൽസി ചിട്ടി എടുത്തു, രണ്ടും നിനക്ക് തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാതാവ് ശരിക്കും നമ്മളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ നടുവേദനയുടെ കാര്യം 8 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലോപ്പതിയിലും ആയുർവേദവും പിന്നെ മർമ്മത്തിൻ്റെയും കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒട്ടും മാറുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഈ എണ്ണയും എന്നും പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലും. അതുപോലെ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഉപ്പ് ഇട്ടിട്ട് അത് കുടിച്ചിട്ടും പ്രാർത്ഥിക്കും. അതിൻ്റെ 2 മാസത്തിനുള്ളിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇതുവരെയും പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് മോന് വേണ്ടിയിട്ടായിരുന്നു. 2 വയസ്സ് മുതൽ ശ്വാസം മുട്ടുണ്ടായിരുന്നു. 16 വയസ്സായിട്ടും മാറുന്നില്ല. അവൻ കുറേ മരുന്ന് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. ദിവസം ഒരു ടാബ്ലറ്റും കഴിക്കാതെ അവന് ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് അവൻ്റെ നെറ്റിമേയും ശിരസിലൊക്കെ ഉടമ്പടി തലം തേച്ച് വിശ്വാസ പ്രമാണം സ്ഥിരമായിട്ട് ചൊല്ലും. അവനെ കൊണ്ട് ഉപ്പ് കഴിപ്പിക്കും. അതിനുശേഷം അവൻ ഇതുവരെയും ഇപ്പോൾ അവന് 1 വർഷത്തോളമായി ഈ മരുന്ന് കഴിച്ചിട്ടില്ല. അവൻ്റെ ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ടും മാറി. പിന്നെ 3ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ജോലി ഉണ്ടായിരുന്നില്ല 1 വർഷമായിട്ട്. അതിന് മുൻപ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോൺട്രാക്ട് ബേസിൽ വെൽഡറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ വർക്ക് കുറഞ്ഞു. 1 വർഷമായിട്ട് വർക്കില്ല. അപ്പം ഞാൻ എന്നും മാതാവിനോട് ഉടമ്പടി തലം ഹസ്ബൻഡിൻ്റെ ശിരസിലൊക്കെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളെന്നും കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലും. അങ്ങനെ മെയ് 26-ാം തീയതി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഹസ്ബൻഡിനെ ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. അങ്ങനെ ജൂൺ 19-ന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ തോപ്പുംപടിയിൽ വെൽഡറായിട്ട് ജോലി കിട്ടി. പിന്നെ ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്, പെട്ടെന്ന് മോന് 2 മാസം മുൻപ് കണ്ടിന്യൂസ് വൊമിറ്റിങ്, അതായത് വെയിറ്റ് ലോസായി. അവൻ അത്യാവശ്യം ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ പണ്ട് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് അവന് കളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ തുടർന്ന് അവൻ കളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞ് പൊട്ടാസ്യം ഡൗൺ ആയി. അപ്പോൾ ഞങ്ങളങ്ങനെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഉള്ളിൽ ടെസ്റ്റ് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഉള്ളിൽ എല്ലാ ടെസ്റ്റും ചെയ്തു. അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ, എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ കുടൽ ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയതുകൊണ്ട് ഉള്ളിലെ തൊലിയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ മോനൊന്നും ചൂടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. എപ്പോഴും തണുത്ത വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ മിക്ക ദിവസവും പൊട്ടാസ്യം ഡൗൺ ആയിട്ട് ലേക്ക് ഷോറിൽ രാത്രി കൊണ്ടുപോകും. വെളുപ്പിന് 5:30 വരെ ഞാൻ ഹസ്ബൻഡോടെ ഇരിക്കും. അവന് ഈ IV ഫ്ലൂയിഡ് ഇടും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ IPയിൽ ക്ലെയിം ഇല്ലാത്തതുകൊണ്ട് റീനെ മെഡിസിറ്റിയിലോട്ട് ഡോക്ടർ റെഫർ ചെയ്ത് തന്നു. റീനെ മെഡിസിറ്റിയിൽ 9 ദിവസം അവൻ അഡ്മിറ്റ് ചെയ്തിട്ടും അവിടുന്ന് വീണ്ടും വെയിറ്റ് 5 കിലോ റെഡ്യൂസ് ആയി. അപ്പോൾ അവസാനം ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയാവുന്നില്ല, ഞങ്ങൾക്ക് അമൃതയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അമൃതയിൽ കൊണ്ടുപോയപ്പോഴേക്കും കൊച്ച് ഒത്തിരി ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് വയറ് കഴുകണം, 24 hours ഒബ്സർവേഷനിൽ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ വെയിറ്റ് കൂട്ടണം. അത് കഴിഞ്ഞപ്പോൾ അവർ IV ഫ്ലൂയിഡ് ഇട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രെയിൻ നമുക്കൊന്ന്
MRI ചെയ്യണം, ബാക്കി എല്ലാ ടെസ്റ്റും നിങ്ങൾ ചെയ്തത് ഓക്കെയാണ്, പക്ഷേ ബ്രെയിനും കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 6 hours ഒന്നും കഴിക്കാൻ പാടില്ല. കൊച്ചാണെങ്കിൽ കണ്ടിന്യൂസ് വൊമിറ്റ് ചെയ്തിട്ട് അവനും വിശന്നിരിക്കുവാണ്, പക്ഷെ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബ്ലഡ് എടുത്തു. അപ്പോൾ ഞങ്ങളോട് പുറത്തിരിക്കാൻ പറഞ്ഞു, അവനോട് മൂക്കിൽ ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളം. അവൻ മൂക്കിൽ ട്യൂബ് ഇവിടം വരെ കടത്തിയപ്പോഴേക്കും പറ്റാതെ അവൻ വലിച്ചൂരിയിട്ട് ഓടുവാണ്. സെക്യൂരിറ്റിക്കാരൊക്കെ ഓടി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊരു ഓപ്ഷനില്ല, ഇത് ഇടാണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇപ്പം എന്തായാലും ക്യാഷ്വാലിറ്റിയിലല്ലേ, നമുക്ക് റൂമിൽ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. റൂമിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ MRI എടുത്തിട്ട് വരാം, MRI എടുത്ത് വന്നതിന് ശേഷം ഈ മൂക്കിൽ ഈ ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് കാശീരൂപം എടുത്ത് പ്രാർത്ഥിച്ചു. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലയെന്ന് അച്ഛൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്. വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളിടത്ത് നിന്നാണ് മാതാവ് നമുക്ക് അത്ഭുതം തരുന്നത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ മൂക്കിൽ ട്യൂബ് ഇടാതെ അവൻ്റെ ഛർദി മാറ്റിത്തരണേന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനും കൊണ്ട് സാക്ഷ്യം പറയാൻ നേർന്നിട്ടുണ്ടായി. അപ്പോൾ മോനും ഭയങ്കര സങ്കടമായി, ഞാനിനി മൂക്കിൽ ട്യൂബിട്ടാൽ ഞാൻ ചത്ത് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇപ്പം നമുക്ക് ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇനി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ മൂക്കിൽ ട്യൂബ് ഇടും. അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ കരഞ്ഞിട്ട് മാതാവിനെ വിളിച്ചു, മാതാവേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വരാമെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇപ്പം ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. അപ്പോൾ 11:30 രാത്രി അവനൊരു ദോശയും കഴിച്ചു, ഒരു ജ്യൂസും കഴിച്ചു. പിന്നെ വെളുപ്പിന് 5:30 വന്നിട്ട് പറഞ്ഞു PICUലോട്ട് മാറ്റണം, പൊട്ടാസ്യം തീരെ ഡൗണായി, അതുകൊണ്ട് ICUലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഡോക്ടർ അവിടെ വന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ട അമ്മേ, നമുക്ക് പൊട്ടാസ്യം തീരെ 1.9 ആയി, തീരെ ഡൗൺ ആയതുകൊണ്ട് അത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ICUലോട്ട് മാറ്റിയത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു റോഷൻ ഇതുവരെയും ഞങ്ങൾ ഛർദ്ദിക്കാനായിട്ട് നിനക്ക് മരുന്ന് ചെയ്തില്ല, പക്ഷേ നിൻ്റെ ഛർദി നീ ഇതുവരെയും പിന്നെ ഛർദ്ദിച്ചിട്ടില്ല. ആ 7th May ഇപ്പോൾ 2004 അവൻ ഇത് ദോശ കഴിച്ച ഞങ്ങളുടെ മാതാവിനെ വിളിച്ച് പിന്നെ ഇതുവരെയും അവൻ ഛർദ്ദിച്ചിട്ടില്ല. ഛർദി ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഛർദി നിൽക്കാനായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇടപെട്ടതാണെന്ന് പറഞ്ഞു. ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപം ICUയിൽ 3 ദിവസം കിടന്നപ്പോഴും ഞാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഛർദ്ദിച്ചാൽ ഞങ്ങൾ മൂക്കി കൂടി ട്യൂബ് ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയും അവൻ ഛർദ്ദിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ മാതാവിനെ നേർന്നു. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നേരെ മാതാവിൻ്റെ അടുത്ത് അവനെ കൊണ്ട് വന്നിട്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. അന്ന് ഞങ്ങൾ വന്നു, അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ മോൻ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും വെയിറ്റ് ഇപ്പോഴും കുറവാണ്, പക്ഷെ ഛർദിയില്ല. വെയിറ്റ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.